അമേരിക്കൻ സ്റ്റഫോർഷയർ ടെറിയർ എന്ന് പറയും, APBT, അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയറിൽ നിന്ന് കുറച്ചും കൂടി റെഡിഫൈൻ ചെയ്തെടുത്താണ്. പിറ്റ്ബുള്ളിൻ്റെ ബ്രീഡിൽ ശരിക്കും KC അംഗീകൃതമല്ല. KC അംഗീകൃതം ഉള്ളതിൽ കുറച്ച് ബ്രീഡിലാണ് സ്റ്റഫോർഷയർ ടെറിയറാണ് ആദ്യം വന്നത്. അതിനൊന്നും കൂടി ഈ ഷേപ്പും ഹെഡും സൈസൊക്കെ ആക്കി എടുത്തതാണ് അമേരിക്കൻ സ്റ്റഫോർഷയർ ടെറിയർ. ആംസ്റ്റാഫ് എന്ന് പറയും ഷോർട്ട് ഫോം. ഇത് നമുക്ക് എല്ലാ പർപ്പസും, ഗാർഡിങ് ആണെങ്കിലും പെറ്റായിട്ടാണെങ്കിലും ഹണ്ടിങ് ആണെങ്കിലും എല്ലാ തരത്തിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവർക്ക് മെയിനായിട്ട് ആനിമൽ അഗ്രഷൻ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ തോട്ടമൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു ജീവികളെയും കോമ്പൗണ്ടിൽ കടത്തില്ല. ഒന്നെങ്കിൽ മൃതപ്രായനാക്കും അല്ലെങ്കിൽ തീർത്ത് കളയും. ടെറിയർ വിഭാഗമാണ് ഇവർ. പേടിയില്ല ഇവർക്ക്, എന്ത് തരത്തിലാണെങ്കിലും പേടിയില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്പോർട്സിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ബൈറ്റ് വർക്ക്, എജിലിറ്റി, ഒബീഡിയൻസ്, പ്രൊട്ടക്ഷൻ വർക്ക്, എല്ലാത്തിലും ഏത് ക്യാരക്ടറിലേക്ക് വേണേൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. ആൾക്കാർ വെറുതെ പറയണതാണ് ഈ 1 മാസ്റ്റർ ഡോഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും മണ്ടത്തരമാണത്. മണ്ടത്തരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാമിലിയിൽ ഒരു 4-5 ആൾക്കാരുണ്ട്, 1 മാസ്റ്ററാണ്, ആ മാസ്റ്റർ സ്ഥലത്തില്ലെന്നുണ്ടെങ്കിൽ ഡോഗ് പട്ടിണിയായിരിക്കുള്ളൂ. അത് വെറുതെ ആൾക്കാർ പറഞ്ഞ് ആക്കിയതാണ് 1 മാസ്റ്റർ ഡോഗ് എന്ന് പറയുന്നത്. ഫീഡ് ചെയ്യണ ആളോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ടാവും, മറ്റേ ആൾക്കാരും ഡോഗ് ഒബേ ചെയ്യും. പക്ഷേ ഫീഡ് ചെയ്യണവനായിരിക്കും ഒന്നും കൂടി ഡോഗിനൊരു താല്പര്യം കൂടുതലുള്ളത്. അല്ലാണ്ട് 1 മാസ്റ്റർ എന്ന് പറയുന്നത് മണ്ടത്തരമാണത്. അതിപ്പോൾ ആനയാണെങ്കിൽ ഒറ്റച്ചട്ടം എന്ന് പറയുന്നുണ്ട്, പട്ടിയിലാണെങ്കിൽ 1 മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ മാസ്റ്റർ സ്ഥലത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും തരത്തിൽ മാസ്റ്ററിന് അപകടം പറ്റുക, അല്ലെങ്കിൽ വല്ല ഒഫീഷ്യലായിട്ട് എവിടെയെങ്കിലും യാത്ര പോകുക, ഒരു 3-4 ദിവസം വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഡോഗ് വെള്ളവും ഫുഡും ഒന്നും കഴിക്കില്ല, പട്ടിണിക്കോലം ഇരിക്കുള്ളൂ. അത് മണ്ടത്തരമാണത്. ശരിക്ക് ഇപ്പോൾ നമ്മളൊരു ഏത് ബ്രീഡ് വളർത്തിയാലും വീട്ടിലിപ്പോൾ ഫുഡ് പാകം ചെയ്യണ അധികവും, അതായത് ഒരു ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കുള്ളൂ ഫുഡ് പാകം ചെയ്യണത്. അപ്പോൾ അവർ ഫുഡ് പാകം ചെയ്യുമ്പോൾ എന്തെങ്കിലും രസം നോക്കും, എന്തെങ്കിലും കുറവുണ്ടാകുന്നുള്ളത്. അപ്പോൾ ആ നേരത്തെ ഇവരും അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് ഇവന് കൊടുക്കും. അത് ഇവന് ഏറ്റവും വലിയ റിവാർഡാണ്. അപ്പോൾ അതായി കഴിയുമ്പോഴത്തേക്ക് ആ ഫുഡ് ആര് കൊടുക്കണമെന്ന് വെച്ചാൽ അവരുടെ ഡോഗ് മുട്ടി നടക്കുകയുള്ളൂ. വീടിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങിയാലും ആദ്യം ഡോഗ് പുറത്തു പോകുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് ഡോഗ് കയറി ഏറ്റുപിടിക്കും. ഓണർക്കുള്ള അപകടം ഡോഗ് ഏറ്റുപിടിക്കും. ഏത് സൈഡിൽ നിന്ന് നമ്മൾ ഡോഗിനെ ഷേപ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞാലും ഡോഗ് സ്ക്വയറാണ്, ഫുൾ ബിൽഡാണ് ഈ ഡോഗ്. എനർജറ്റിക്കാണ്. അത്യാവശ്യം നീന്തിക്കലാണെങ്കിലും സ്റ്റെയർ കയറ്റാനാണെങ്കിലും ത്രെഡ് മില്ല് വർക്കൗട്ട് ആണെങ്കിലും എല്ലാത്തിനും ഡോഗ് അതിന് സ്യൂട്ടാണ്. ഹെയർ ഫോൾസ് എല്ലാ ബ്രീഡിനും ഉള്ളതാണ്. ഹെയർ കൊഴിയും, പക്ഷേ ഇവരുടെ ഹെയറൊന്നും നമുക്ക് ഹാംഫുൾ അല്ല. എന്താ വെച്ചാൽ മറ്റേ ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേർഡ്, പോമറേറ്റിനൊക്കെ ആണെങ്കിൽ ഹെയർ കട്ടി കുറവാണ്. അത് ഫാൻ ഇട്ടാലും കാറ്റത്തുമൊക്കെ പറക്കും. ഇവരുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡോബർമാൻ, ഡാഷ്, റോട്ട് വീലർ, ആംസ്റ്റാഫ് എല്ലാത്തിൻ്റെയും രോമം കട്ടിയുള്ളതുകൊണ്ട് രോമം കൊഴിയും. നമുക്കത് അടിച്ചു വാരി കളയാമെന്നുള്ളൂ, അല്ലാണ്ട് പറക്കില്ല, വേറെ നമുക്ക് ഹാംഫുള്ളൊന്നുമല്ല. ഫുഡ് ഹാബിറ്റ് എല്ലാം നമ്മൾ ആക്കിയെടുക്കണ പോലെയാണ്. റോ മീറ്റ് വേണമെങ്കിൽ റോ മീറ്റ് കൊടുക്കുക, കുക്ക്ഡ് ആണെങ്കിൽ കുക്ക്ഡ് കൊടുക്കുക, ഡ്രൈ ഫുഡ് ആണെങ്കിൽ ഡ്രൈ ഫുഡ് കൊടുക്കുക, വെജ് ആണെങ്കിൽ വെജ് കൊടുക്കുക. വെജ് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ആവി കയറ്റി കൊടുക്കുക, റോ ആയിട്ട് വെജ് കൊടുക്കരുത്. ഇപ്പോൾ മീറ്റ് ഇവർക്കല്ല, ഈ കാർണിവർസിന് എല്ലാവർക്കും മീറ്റ് ഡൈജസ്റ്റ് ആവും, പക്ഷേ വെജ് ഡൈജസ്റ്റ് ആവില്ല. അത് മോഷണയിൽ കൂടി പോയ പോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ അത് വെജ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊന്ന് ആവി കയറ്റിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഇവർ പല കളറുണ്ട്. വൈറ്റ് ഉണ്ട്, ബ്രിൻഡിലുണ്ട്, ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. ഇത് ബ്രിൻഡിൽ ആൻഡ് വൈറ്റ് ആണിത്. പിന്നെ ഫോൺ ആൻഡ് വൈറ്റ് ഉണ്ട്. റെഡിനെ ഫോൺ കളർ എന്നാണ് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് കാണുന്ന ബ്രിൻഡിലും റെഡ് ആൻഡ് വൈറ്റും ആണ് കാണുന്നത്. പിന്നെ ഇതിലൊരു റെയർ കളറാണ് ബ്ലൂ ആൻഡ് വൈറ്റ്. പിന്നെ ഇത് കൂടാണ്ട് ബ്ലൂ ബ്രിൻഡിലുണ്ട്. അതായത് ഈ ഗോൾഡൻ്റെ സ്ഥാനത്ത് ബ്ലൂ ആയിരിക്കും വന്നത്. വാച്ചിങ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാരൻ്റിയാണ്. ഈ ഡോഗിന് എന്തെങ്കിലും അപകടം വരുത്താണ്ട് ഒരു സ്ട്രേഞ്ചർ അകത്ത് കയറില്ല. ആ ഡോഗ് സമ്മതിക്കില്ല. അത് ആദ്യമൊക്കെ ഒന്ന് കുരച്ചും മുരട്ടിയൊക്കെ നിൽക്കും. പിന്നെ ആൾ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഡോഗ് എന്താ ചെയ്യണമെന്ന് നമുക്ക് ഒരു ഇതും പറയാൻ പറ്റില്ല. ഡോഗാണ്, അല്ലാണ്ട് നമുക്കത് ഉടമസ്ഥനില്ലാത്ത ടൈമിൽ സ്ട്രേഞ്ചർ കയറിയാൽ ഡോഗ് അറ്റാക്ക് ചെയ്യണം. പപ്പി എനർജറ്റിക് ആണെന്ന് നോക്കുക. ആദ്യം ഹെൽത്ത് വൈസ് നോക്കുക. പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ പപ്പീസിനെ എടുക്കാൻ ചെല്ലാനായിട്ട്. അപ്പോൾ ഡോഗ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണുണ്ടാന്ന് നോക്കും. ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് സ്പീഡിൽ കഴിക്കണുണ്ടാന്ന് നോക്കുക. പിന്നെ അതിൻ്റെ യൂറിന് മോഷനൊക്കെ നോക്കുക, വല്ല ലൂസ് മോഷൻ അങ്ങനെ കാര്യങ്ങൾ നോക്കുക. കൈയും കാലും ഒരു പ്രശ്നമില്ലാണ്ട് ഡോഗ് നടക്കണുണ്ടാന്ന് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നോക്കുമ്പോൾ ബൈറ്റ് സിസറാണെന്ന് നോക്കുക. അടച്ചു കഴിഞ്ഞാൽ മറ്റ് ഗ്യാപ്പൊന്നും ഇല്ലേ എന്നുള്ളത് കാര്യങ്ങൾ നോക്കുക. അതാണ് മെയിനായിട്ട്. കൈയും കാലും വിഷയമില്ലാന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കണ്ടീഷനൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. ഒരു കാരണവശാലും ഓവർ ഫീഡ് ചെയ്യരുത്.
ഇവരുടെയൊക്കെ ഒരു നല്ല ഐസ് എന്ന് പറഞ്ഞാൽ ഒരു 10+ ആണ്. പിന്നെ നമ്മളത് ഫീഡ് ചെയ്യണ പോലെ ഇരിക്കും. കറക്റ്റ് ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഡോഗിന് അത്യാവശ്യം ഐസ് കിട്ടും. എക്സർസൈസോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കൊടുക്കണം. ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഡോഗിനെ ഇടയ്ക്കൊന്ന് റോട്ടിൽ നടത്തുന്നത് നല്ലതാണ്. അതും പറ്റാത്തവരാണെങ്കിൽ സ്റ്റെയർ കയറ്റി ഇറക്കാം. ഒരു 5-6 റൗണ്ടെങ്കിലും ഒരു ദിവസത്തിൽ സ്റ്റെയർ കയറ്റി ഇറക്കാം. ഫുഡ് കുറഞ്ഞാലും വെള്ളം കറക്റ്റായിട്ട് ഇവർക്ക് കിട്ടണം. ഇപ്പോൾ ഹ്യൂമൻ ആണെങ്കിലും അനിമൽ ആണെങ്കിലും ആ ബോഡി ബാലൻസ് ചെയ്യണ 75% പ്ലസ് വാട്ടറാണ്. ഇതിപ്പോൾ ഓവർ വെയ്റ്റിലല്ല ഡോഗ് ഇത്തിരി ഒതുക്കി നിർത്തിയേക്കണാണ് വർക്കൗട്ട് ചെയ്തിട്ട്. ഇനിയിപ്പോൾ അടുത്ത് ഷോ സീസൺ സ്റ്റാർട്ട് ചെയ്യും.